ഈ പാർട്ടി വിട്ട് പാർട്ടി മാറുന്നവർക്ക് വലിയ സംരക്ഷണം കൊടുത്ത് പദവിയും കൊടുക്കുന്നൊരു പതിവ് കഴിഞ്ഞ 10 വർഷമായി CPM തുടരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി 3-4 പേരുകളിലൊന്നാണ് KV തോമസ്, ലതിക സുഭാഷ്, പ്രശാന്ത്, പിന്നെ KPCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അനിൽകുമാർ അടക്കമുള്ള ഒരു നിര നേതാക്കളെയാണ് അങ്ങനെ CPM അങ്ങോട്ട് കൊണ്ടുപോയത്. അതുകൂടാതെ രണ്ടാം നിര നേതാക്കളായ മറ്റു കുറേ പേരുമുണ്ട്. രാമഭദ്രൻ അടക്കമുള്ള ദളിത് വിഭാഗത്തിൽ വരുന്ന നേതാവെന്ന് അവകാശപ്പെടുന്നവരൊക്കെ അടക്കമുള്ളവരെ കൊണ്ടുപോകുന്നുണ്ട്. അതിനു മുമ്പ് നമ്മുടെ ഷാഹിദ കമാലിനെ കൊണ്ടുപോയിരുന്നു. ഇങ്ങനെ ഈ ആളുകളെയൊക്കെയും ഇതിൽ നിന്ന് അടർത്തി അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥത്തിൽ അവർക്കൊരു ലാവണവും അവർക്കൊരു പുനരധിവാസവും അവർക്കൊരു വാഹനവും അവർക്കൊരു മേൽവിലാസവും ഒക്കെ കിട്ടുന്നു എന്നുള്ളതിനപ്പുറത്ത്, അല്ലെങ്കിൽ താൽക്കാലികമായി ഇത് തള്ളിപ്പറയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് കിട്ടുന്ന ഒരു മാധ്യമ പ്രാധാന്യത്തിനപ്പുറത്ത് പാർട്ടിക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടാകുന്നു എന്നതിനെ സംബന്ധിച്ച് കൂടി പാർട്ടി ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിപ്പോകുന്നു. ഈ ഇലക്ഷൻ കാണുമ്പോൾ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരും മുഴുവൻ സമയം പ്രവർത്തിച്ചിട്ടുള്ളവരും അതിനുവേണ്ടി പാടുപെടുന്നവരും ആക്ഷേപം കേട്ടിട്ടുള്ളവരും ആക്രമിക്കപ്പെട്ടിട്ടുള്ളവരും ഒക്കെയുള്ള ധാരാളം ആളുകൾ ഉള്ളപ്പോഴാണ് ഇവർ മറുവശത്ത് നിന്ന് അവരുടെ നിരാശയ്ക്കോ മോഹഭംഗത്തിനോ പരിഹാരം തേടി ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ വലിയ പദവിയും പത്രാസും വാഹനവും നൽകി ആദരിച്ച് അവരെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്ന കണക്കുകൾ നോക്കുമ്പോൾ മുഴുവൻ പോയി എന്നുള്ളത് പോട്ടെ, ഇവരൊക്കെ വന്നതുകൊണ്ട് എന്ത് നേട്ടമാണ് പാർട്ടിക്കുണ്ടായതെന്നുള്ളതിനെക്കുറിച്ചും പാർട്ടി ഗൗരവമായി ആലോചിക്കേണ്ടതാണ്. ഏതെങ്കിലും ആശയത്തെയോ ആദർശത്തെയോ നമ്മൾ ഇടം കൊടുത്ത് ക്ഷണിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് അഴിമതിക്കെതിരെയുള്ള ഒരു പോരാട്ടം വളരെ പ്രകടമായി നടത്തി ഒരാളിനെ ഒരു പാർട്ടി കൈവിടുമ്പോൾ മറ്റൊരു പാർട്ടി അതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ ആ ആശയത്തെയോ ആദർശത്തെയോ അല്ലെങ്കിൽ ആ മൂവ്മെൻറ്റിനെയോ ആണ് സംരക്ഷിക്കുന്നത്. അല്ലെങ്കിൽ പണ്ട് ഈ നമ്മുടെ MV രാഘവനും അതുപോലെ KR ഗൗരിയമ്മയും ഒക്കെ നടത്തിയതുപോലെയുള്ള എന്തെങ്കിലും ധീരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ അവർ ഒരു പിന്തുണയോടൊപ്പമാണ് വരുന്നതെങ്കിൽ അതും ഓക്കെ. ഇത് ഇവരാകപ്പാട് ഇവരുടെ പെട്ടിയും 2 ഉടുപ്പും എടുത്ത് ഇവർ നേരെ അങ്ങ് അപ്പുറത്തെ പാർട്ടി ഓഫീസിലോട്ട് വരികയാണ്. ഇവരുടെ കൂടെ അങ്ങ് ഒരു കുഞ്ഞാളിയും ചെല്ലുന്നില്ല. ഇവരുടെ വീട്ടിനടുത്തുള്ള ബൂത്തിലെ ആളുകൾ പോലും ഒപ്പമില്ല. ബന്ധുക്കൾ പോലും മാറിയിട്ടില്ല. ഇവരൊരു പെട്ടിയും പ്രമാണവും കൂടും കിടക്കെ എടുത്ത് ചെല്ലുമ്പോഴേക്കും അവിടെ ഒരു ചെയർമാൻ പദവിയും അവിടെ ഒരു സംഗതിയും ഒക്കെ കൊടുത്ത് ഇവരെ അങ്ങ് പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് കാര്യമുള്ളത്? ലതിക ചേച്ചി കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ബഹളം വെച്ച് മുടി മൊട്ടയടിച്ച് വടിച്ച് ചേച്ചിയുടെ താരണം പോയി എന്നുള്ളതല്ലാതെ വേറെ വല്ല ഗുണമുണ്ടായോ? അതുപോലെ ഓരോരുത്തരെ എടുത്ത് നോക്കിയാലുള്ള സ്ഥിതി ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ അടർന്നിളകി വരുമ്പോൾ വരുന്നത് എന്തോ മഹത്തരമാണെന്നും ഇങ്ങനെ ഇടകി വരുന്നതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്നവരെല്ലാം അങ്ങ് ഇല്ലാതാവുമെന്നും കരുതുന്നെങ്കിൽ അത് തെറ്റാണ്. കാരണം ഓരോ പാർട്ടിയെയും നിലനിർത്തുന്നത് ജനങ്ങളാണ്. ജനങ്ങളൊപ്പം വരാതെ ഈ നേതാവ് മാത്രം വരുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ലെന്ന് ഈ ദേശീയ രാഷ്ട്രീയത്തിലെ തെരഞ്ഞെടുപ്പ് അടക്കം ബോധ്യപ്പെടുത്തുന്നു എന്നുള്ളതാണ്. എത്ര നേതാക്കളാണ് BJPയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നും BJPയിൽ പോയത്? എന്നിട്ട് ഫലം മെച്ചപ്പെട്ടതല്ലാതെ പ്രതിപക്ഷ മുന്നണിക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇവിടുത്തെയും സ്ഥിതി. അതുകൊണ്ട് ഈ വന്ന് പദവി കൊടുത്തവരുടെയൊക്കെ ബൂത്തുകളുടെയും ബന്ധുക്കളുടെയും സ്ഥിതി കൂടി പാർട്ടി ഈ ചർച്ചയ്ക്കിടയിൽ ഒന്ന് പരിഗണിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.